നമസ്കാരം ഗൈസ്. ഇന്നൊരു എക്സ് കണ്ടസ്റ്റന്റ് BB ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിറ്റായ എക്സ് കണ്ടസ്റ്റന്റിന്റെ ഒരു മനസ്സ് തുറക്കൽ ഇന്റർവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കീറിമുറിക്കുന്നത്. ഫിസിക്കലി മെന്റലി രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു വ്യക്തിയിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ആരുമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് സീക്രട്ട് ഏജന്റിനെ തന്നെയാണ്. സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി കാറിലും മറ്റുമൊക്കെ പുറത്ത് ഭയങ്കര ആക്റ്റീവായിട്ട്, ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോഴും ആൾ ഭയങ്കര ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഞാൻ പേഴ്സണലി ഈ സീൻസും സായിക്ക് വയ്യ, സായി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളുടെ ഒക്കെ ക്ലിപ്സ് കണ്ടു എന്നുണ്ടെങ്കിലും ഇൻ ഡെപ്ത് സായി എന്തോരം അനുഭവിച്ചു അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് കേട്ടപ്പോൾ എനിക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സായി ഒന്നാമത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച ഫീലും തോന്നി. അപ്പം ഞാനും സായിയുടെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈവൻ ഡയറക്റ്റ് ഞാൻ സായിയെ വിളിച്ച് പറഞ്ഞു, ഈ അകത്ത് കാണിച്ച ഗറ്റ്സ് അല്ല പുറത്ത് കാണിച്ച ഗറ്റ്സിൻ്റെ പകുതിയെങ്കിലും പുറത്ത് സംസാരിച്ചതിൻ്റെ ഗറ്റ്സ് പകുതിയെങ്കിലും അകത്ത് കാണിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും സായി എന്നോട് പറഞ്ഞത് ചെറിയ ചെറിയ കേസിനൊന്നും എനിക്ക് വഴക്കിടാൻ പറ്റില്ല, കണ്ടന്റ് ഒന്നും ഇല്ല എന്നാണ്. ഇത് തന്നെയാണ് സായി സീസൺ 5 ഇരുന്ന് എന്നെ വരെ കീറിയപ്പോഴും പറയാനുള്ളത്. അതിൻ്റെ ഉള്ളിൽ മറ്റേ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ മറ്റേ വോൾക്കാനോ പൊട്ടി പുറപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ചായക്ക് മധുരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് മെസ്സാക്കി ഇട്ടു, അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ കണ്ടന്റായിട്ട്. വലിയ ആനത്തല സംഭവങ്ങളൊന്നുമില്ല. കഴിഞ്ഞ തവണ സീസണിൽ ഞാനും ഈ പറഞ്ഞിരുന്ന ഒരു സംഭവമാണ്, ജുനൈസൊക്കെ ചില ഇഷ്യൂസ് കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കുന്ന പോലെ തോന്നിയിട്ട് ഇടപെടാതിരുന്നിട്ടുണ്ടെന്ന്. ഇപ്പം ഞാനാണെങ്കിലും അഭിഷേകാണെങ്കിലും സായിയൊക്കെ പറയുന്ന സംഭവം ഇതാണ്, നമുക്കൊരു പ്രശ്നം കണ്ട ഇതൊരു പ്രശ്നമാണ് എന്ന് തോന്നണ്ടേ. പ്രത്യേകിച്ച് ഞാനും സായിക്ക് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പ്രശ്നമാണെന്ന് തോന്നത്തില്ല, കാരണം ഇതൊക്കെ എന്ത് ചീള് കേസാന്ന് തോന്നും. പക്ഷെ ആ ചീള് കേസാണെങ്കിലും ഇടപെടടാ എന്നുള്ള അവസ്ഥയാണ് സായി എൻ്റെ ഉള്ളിൽ. അപ്പം നമുക്ക് സ്നേഹയുടെ ഒരു സംഭവം, ഇത് പ്രേക്ഷകരുടെയും എന്നെ പോലത്തെ സായിയുടെ ഫ്രണ്ട്സിൻ്റെയും അതേപോലെ സായിയുടെ ഭാര്യയുടെയും ഒരു ഇതാണ്. പൂജ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു സംഭവം കേൾക്കാവേ. ഞാൻ പറഞ്ഞ സ്നേഹം എന്ന് പറയും, ഞാൻ 100% പറയും. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ എന്നോട് പറഞ്ഞൊരു ഒരു ഡയലോഗ് ഉണ്ടാ സമയത്ത് ഞാൻ കുറെ അനുഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറിലെ ഓട്ടോട്ടിങ്ങനെ വിട്ടു. അപ്പൊ ഞാനും അനുഭവിച്ചു പറഞ്ഞു. ഞാൻ എനിക്ക് കാണാത്ത, ഞങ്ങളിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ഒന്നും അങ്ങനെ വിട്ടുന്നിട്ടില്ല. അപ്പൊ കാണുന്നുണ്ട്, പക്ഷെ എന്നാലും സായി ആ പറഞ്ഞതിലൊക്കെ തോന്നി, ആ വേർഡ്സിന് എനിക്ക് മനസ്സിലായി ഭയങ്കരമായിട്ട് എന്നെ കാണാനായിട്ട് മിസ് ചെയ്തു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. സത്യമാണെന്ന് എനിക്കറിയില്ല. അവിടെ എല്ലാവരും ടാർഗറ്റാണ്, എല്ലാവരും അടിച്ചിടും എന്നൊക്കെ പറഞ്ഞു. അതായത് ഈവൻ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഇപ്പോൾ സ്നേഹ പറഞ്ഞൊരു സംഭവമുണ്ട്, ലൈക്ക് സ്നേഹ വരെ ഞെട്ടിപ്പോയി. എനിക്ക് തോന്നുന്നു സായി അത്ര ഒരു എക്സ്പ്രസീവ് ക്യാരക്ടർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതിൽ സ്നേഹ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്നേഹ അവിടെ അകത്ത് ചെന്നപ്പോൾ സായി പറഞ്ഞു ഞാൻ അനുഭവിച്ചു എന്നുള്ളത്, മേ ബി ഫിസിക്കലി ഓർ മെൻ്റലി വാട്ട് എവർ. പക്ഷേ ഇൻ്റർവ്യൂവിലും മറ്റും പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് കൂൾ ഗെയിമാണ്, ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു എന്നാണ്. ഫിസിക്കലി ഡൗൺ ആയ ഒരാൾക്കാണെങ്കിലും മെൻ്റലി ഡൗൺ ആയ ഒരാൾക്കാണെങ്കിലും എൻജോയ് എന്നുള്ള പദം അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈക്ക് യുനോ സ്നേഹോട് പറഞ്ഞത് ഈ നിങ്ങളിപ്പോൾ കേട്ട മാതിരി അനുഭവിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് സായിയുടെ കഴിഞ്ഞ തവണ സീസൺ 3 4 5 ഇന്റർവ്യൂ ടൈമിൽ സായി പറഞ്ഞൊരു സംഭവമാണ്, ഇനി ഞാൻ സീക്രട്ട് ഏജന്റ് ആയിട്ട് പോയാൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ കരയത്തില്ല. ഭയങ്കര വിപ്ലവങ്ങളൊക്കെ സംസാരിച്ചിരുന്നു, എൻ്റെ അടുത്തും സംസാരിച്ചിരുന്നു, ഭയങ്കര സംഭവമായിരിക്കും, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. അതേപോലെ പല യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. അതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഈ ആൾ അകത്തോട്ട് പോകുമ്പോൾ കത്തിക്കും എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഈവൻ സ്നേഹയുടെയും എക്സ്പെക്ടേഷൻ അത് തന്നെയായിരുന്നു. അപ്പൊ സായിയുടെ ഗെയിം ആക്ച്വലി ഭയങ്കര വൈസ് വേഴ്സ ആയിരുന്നു. അപ്പൊ സ്നേഹയ്ക്ക് ഇതൊരു വിഷമുണ്ടായിരുന്നു, ലൈക്ക് എന്താ സായി ഇങ്ങനെ കളിക്കണം അങ്ങനെ നീ ഞാൻ പറയാ എന്റെ സ്പേസ് ആണ് കണ്ടോ സ്പേസ്. അതെ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു, എന്താ സായി ഇങ്ങനെ കളിക്കാത്ത. കാരണം ഞങ്ങളോട് പറഞ്ഞത് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആക്കും, ഞാൻ പിറ്റേ ദിവസം മുതൽ കണ്ടന്റ് വരും. അപ്പൊ ഞങ്ങളിങ്ങനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എന്താ സംഭവം വരാത്ത ഉള്ളിലുണ്ട് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തേക്കായിട്ട് വരുന്നില്ല. അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവും എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ആയി. പിന്നെ സായി ഇങ്ങനെ പിന്നെ അവിടെ ഞാൻ പോയി കണ്ടപ്പോ സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയോ ഇത് സീക്രട്ട് ഏജന്റ് ആവില്ല, ഇത് സായി കൃഷ്ണൻ തന്നെ ആയിട്ട് നടക്കുള്ളൂ. യെസ്,
സീക്രട്ട് ഏജന്റ് ആവില്ല. സായി എന്ന് പറയുന്ന മനുഷ്യനൊരു പച്ച മനുഷ്യനാണ്, ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, പാവമാണ്. ഈവൻ ഞാനും സായിയോട് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ചോദിച്ചത് ഇതാണ്, നീ ഇത്ര പാവമായിരുന്നോ എന്നുള്ളത്. അപ്പം പുറത്തുള്ള വീഡിയോ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സീക്രട്ട് ഏജന്റ് പുറത്തിറങ്ങിയപ്പോൾ അകത്ത് എങ്ങനെ വേണമെന്ന് വിചാരിച്ചിരുന്ന സീക്രട്ട് ഏജന്റ് ആണ് ഇപ്പോൾ പുറത്ത് സംസാരിക്കുന്നത്. തഗ് ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഭാര്യയായ സ്നേഹയ്ക്കും തോന്നിയിരുന്നു ഇതെന്താ ഇങ്ങനെ കളിക്കുന്നതെന്ന്. കാരണം അവരോടും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്, നമ്മളോട് അങ്ങനെ സുഹൃത്തുക്കളോടാണെങ്കിലും പലതും പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ആൾ അതിൻ്റെ ഉള്ളിൽ നേരെ ഉൾട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയാം, ഇതിപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു റിവ്യൂവർ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൻ്റെ ഉള്ളിൽ വോമിറ്റിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ പ്രശ്നം ഉണ്ടായിരുന്നു, അതേപോലെ പീരീഡ്സ്. ഓക്കെ, എൻ്റെ പീരീഡ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലുള്ള ടാസ്ക് ഉണ്ടായിരുന്നു. ഓരോ ടാസ്ക് കഴിയുമ്പോൾ വോമിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മെഡിക്കൽ റൂമിൽ പോയി വന്നിരുന്നൊക്കെ ഫിസിക്കലി നല്ല രീതിയിൽ ഡൗൺ ആയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാരാര് ഒരു ഇതിൽ ടാസ്കിൽ തന്നെ ലാസ്റ്റ് ടൈമിൽ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മെന്റലി കിട്ടുന്ന ഒരു ഫിസിക്കലി നമുക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊന്നും അടുത്തില്ല, നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്നുള്ളൊരു അത്ര കെയറും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടത്തില്ല. ഇപ്പം നമ്മൾ റെസ്റ്റ് എടുത്ത് കിടന്നാൽ പോലും നെക്സ്റ്റ് ഇതിൽ ഡെഫിനറ്റ്ലി ദേ വിൽ വയ്യാതെ ആയിരുന്നു എന്നുള്ളൊരു കൺസിഡറേഷനും തരില്ല, വീക്ക് കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ വരും. അപ്പോൾ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത് ഓക്കെ ഇതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സീക്രട്ട് ഏജന്റായിട്ട് സായിക്ക് അവിടെ കളിക്കാൻ പറ്റാഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. ഫിസിക്കൽ എന്തെങ്കിലും ഇൽനെസ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന കൂട്ടത്തിലാണ്. മെന്റലി ഞാൻ ഭയങ്കര ഡൗൺ ആവും. അപ്പോൾ എനിക്കിത് കേട്ട് കഴിയുമ്പോൾ സായി ഇത്ര അനുഭവിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. എന്തൊക്കെ സായി അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം കഴിഞ്ഞ തവണ ഞാൻ ലച്ചു അതേപോലെ മാരാരൊക്കെ നല്ല രീതിയിൽ ഫിസിക്കൽ ഇഷ്യൂ കൂടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണോ സീക്രട്ട് ഏജന്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റാഞ്ഞ സായി? അത് പ്രേക്ഷകരുടെ അഭിപ്രായം പ്രേക്ഷകരൊന്ന് കമന്റ് ചെയ്യുക. ഒരുപാട് ടാസ്ക് ഇവൻ കൊണ്ട് തൊലച്ചു, ഇവൻ മണ്ടെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. അപ്പോൾ അവരോടാണ്, കാര്യം അറിയാതെ വെറുതെ കണകുണ പറയരുത്. ഞാനും പറഞ്ഞിട്ടുണ്ട് ഇതെന്താടാ ഒന്നും കളിക്കാതെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ സായി ഇങ്ങനെയാണ്. അപ്പം സായി എന്തൊക്കെ അനുഭവിച്ചു നമുക്ക് നോക്കാം. ഞാനൊരു 10-20 ദിവസം രാവിലെ എണീച്ചിന്റെ പരിപാടി ഗ്ലൗസ് ഇട്ടിട്ട് നേരെ മറ്റേ ലോക്കൽ അനസ്തേഷ്യൻ ഒരു ട്യൂബ് ഉണ്ട്, അതും വെച്ച് പോകും. എന്നിട്ട് ഇത് പോയി തേച്ച് വിരലിട്ട് കറക്കി, എന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊടുന്ന് വെച്ച് ഗെയിം കഴിഞ്ഞ് പോകുമ്പോ അതിൽ ചോരയായി, അതെടുത്ത് കളഞ്ഞ് ഞാൻ സഫർ. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത്രയും ഗതികെട്ടവൻ ബിഗ് ബോസിൽ വേറെ വന്ന് കാണില്ല. കാരണം ഒരു സൈഡിൽ ഈ കാല് മൊത്തം തരിപ്പ്, ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയേണ്ടത് ഈ കാലിന്റെ അമ്മാണ്. ഒരു വട്ടം നോക്കുമ്പോ ഈ കാലിന്റെ കളർ തന്നെ വേറെ കളർ. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും, ഞാൻ ഇന്നലെ അവർക്കാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും പോയി ചോദിച്ചപ്പോ വിസിബിളി അവർക്കും ഇത് വേറൊരു കളർ കാല്. ഒരു ദിവസം കാല് മൊത്തം മരവിച്ച അവസ്ഥ. ഈ സാധനം അതൊരു സൈഡില്, രാവിലെ ഇതൊരു സൈഡില്. ഞാൻ ഓക്കെ, അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണിത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ പുറത്ത് അങ്ങനെയല്ല, ഇതൊരു സെറ്റാണ്. അവിടെ കൊടുക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അവിടെ മെഡിറ്റേഷൻ്റെ കാര്യം, അത്യാവശ്യം മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം സായിക്ക് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കണ്ടസ്റ്റൻ്റ്, ഒരു മനുഷ്യൻ അതിൻ്റെ അകത്ത് പോയിട്ട് ഇങ്ങനെ സ്വയം ഇതൊക്കെ ചെയ്യേണ്ട വരിക, അതിൻ്റെ പെയിന്, ബ്ലീഡിങ്, ബ്ലഡ് ഇങ്ങനെ പോകുമ്പോൾ ഉള്ള തളർച്ച, അതിൻ്റെ ഒപ്പം തന്നെ കാല് നമ്പാവുന്നു, കാലിൻ്റെ കളർ ചേഞ്ച് വരുന്നു. എത്ര വലിയ ധൈര്യവാനാണെങ്കിലും വല മറിക്കുന്നു പറഞ്ഞ് പോകുന്നവനാണെങ്കിലും കയ്യിൽ നിന്ന് പോകും. കാരണം ന്യൂട്രൽ ഓഡിയൻസിന് ഇത് പ്രത്യേകം മനസ്സിലാവുന്നുണ്ടാകും. കാരണം ഒരു മനുഷ്യൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവൻ്റെ ആരോഗ്യം തന്നെയാണ്. അപ്പം അത്രയും പോകുമ്പോൾ സായി ഇത് കേൾക്കുമ്പോൾ സായി ഇത്രയും ദിവസമെങ്കിലും ഇങ്ങനെ വീഴാതെ നിന്നത് വലിയ ഭാഗ്യം തന്നെ ഞാൻ പറയുന്നു. ഞാൻ ഉൾട്ടായിട്ട് സംസാരിക്കുന്നല്ല. നമ്മൾ ആദ്യം ഞാൻ എൻ്റെ പെർസെപ്ഷൻ, ഇവൻ എന്താണ് ഈ കാണിക്കണേ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് സായിയുടെ വായിന്ന് തന്നെ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഇവനോട് ചോദിക്കണം എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെ വന്നു കഴിയുമ്പോഴും പിന്നെ ഇതിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും ഓക്കെ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. ഒന്നാമത് ലിമിറ്റഡ് ഫുഡാണ്, എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശരിയാണ്. അതിൻ്റെ ഉള്ളോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ മെൻ്റൽ പ്രഷർ ഉണ്ടാവും, മെൻ്റൽ ടോർച്ചറിങ് ഉണ്ടാവും. നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യണം, ഇമോഷൻസ് നമ്മുടെ കയ്യിൽ വേണം എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കയറി കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ആരോഗ്യം നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ
ഫുള്ളി ആയിട്ട് ഇങ്ങനെ ഒരു ഫെസ്റ്റിവലും മറ്റു കാര്യങ്ങൾ വന്നുകൊണ്ടാണ് സായി ഡൗൺ ആയി പോയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു മിഡ് ആയപ്പോഴേക്കാണ് സായിക്ക് സംഭവം വന്നത്. കയറി ചെന്നപ്പോൾ തന്നെ സായി ജാസ്മിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞോടുകൂടി അവിടെ കളി തീർന്നു. ഓക്കെ, അപ്പം മോങ്ങായിരുന്ന പട്ടിയുടെ തേങ്ങ വീണെന്ന് പറഞ്ഞ മാതിരി അവിടെ അവനൊന്ന് ഫ്ലോപ്പായി. അത് കഴിഞ്ഞ് കയറി വരാൻ നോക്കിയപ്പോഴേക്കും മേ ബി ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടാവാം. അപ്പോൾ എനിക്ക് സായി പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ടാണ് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല. ഫിസിക്കലി മോശമായിരുന്നു, കുറച്ച് പ്രോബ്ലം ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡിസ്കിന്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതേപോലെ കാലിന്റെ കളർ ചേഞ്ച് പേടിച്ചു പോകും. സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ ഇത് എന്താ അസുഖം എന്നുള്ളത്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്നോടാണെങ്കിലും ഇന്റർവ്യൂവിലായാലും സായി പറഞ്ഞത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, ഈസി ആയിരുന്നു, കൂളായിരുന്നു എന്നൊക്കെയാണ്. ഇത്രയും ഫിസിക്കലി പ്രശ്നം വന്നിട്ടും അത് എൻജോയ് ചെയ്യാൻ സായിക്ക് പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ എൻജോയ് ചെയ്തു എന്ന് സായി പറഞ്ഞത് എനിക്കറിയത്തില്ല. ലൈക്ക് എന്തായാലും ടേക്ക് കെയർ, ഹെൽത്ത് ശ്രദ്ധിക്കുക, ടേക്കപ്പ് ചെയ്യുക. എന്തായാലും സൈഡ് ആഗ്രഹം പോലെ അതിൻ്റെ ഉള്ളിൽ കയറി ഇത്രയും ദിവസം നിന്ന് പണപ്പെട്ടിയോടുകൂടി ഇറങ്ങാൻ പറ്റിയത് നല്ല കാര്യം. ഓൾ ദി ബെസ്റ്റ്.